ആശാന്റെ പോസ്റ്ററൊക്കെ റിലീസ് ആയിട്ടുണ്ട്. വൻ ലുക്ക് ആണല്ലോ അതില്. ക്യാരക്ടർ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അത് എനിക്ക് ഒരുപാട് സന്തോഷം നൽകിയ ഒരു സിനിമയാണ് അത്. ചെയ്ത സമയത്തും അതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളെല്ലാം അത്രമാത്രം നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. പ്രത്യേകിച്ചും ഞാൻ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് മാറിയ ഒരു ക്യാരക്ടറാണ്. കാരണം ഒരു സാധാരണ വില്ലൻ വേഷങ്ങളാണ് കൂടുതലും വരാറ്. പക്ഷെ ഇതൊരു കോമഡി സംഭവമാണ്. ലുക്കും ഒക്കെ മാറ്റമുണ്ട്. നമുക്ക് തിലകൻ സാറിന്റെ ഒക്കെ ഒരു റിസംബ്ലൻസ് തോന്നുന്നുണ്ട് അതിനകത്ത്. അല്ല, ഇന്നലെ ക്യാരക്ടർ പോസ്റ്റ് ഇറക്കിയപ്പോ തന്നെ കമന്റുകൾ കംപ്ലീറ്റ് അങ്ങനെയാണ്. അനന്തൻ നമ്പ്യാർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കമന്റ് ചെയ്തിരിക്കുന്നത്. കാരണം നാടോടിക്കാട്ടിലെ അച്ഛന്റെ കഥാപാത്രവുമായിട്ട് വല്ലാത്തൊരു റിസംബ്ലൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു വിഗും കാര്യങ്ങളും മീശയൊക്കെ എടുത്തപ്പോഴേക്കും സംഭവിച്ചതാണ്. അപ്പോ അങ്ങനെ അത് സന്തോഷമുള്ളൂ. കാരണം അച്ഛന്റെ ഒരു സാദൃശ്യം വരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അത് അച്ഛനായിട്ടാണല്ലോ എല്ലാവരും നമ്മളെ ഇത് ചെയ്യുന്നത് എന്നുള്ളത് സന്തോഷമുണ്ട്. അത് തീർച്ചയായിട്ടും അതൊരു വെല്ലുവിളിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ് കേട്ടോ. നല്ല നമുക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റിയ സിനിമയാണ്. എല്ലാവർക്കും ചിരിക്കാൻ പറ്റിയ സിനിമയാണ്. ചേട്ടൻ ഇപ്പൊ പറഞ്ഞല്ലോ അച്ഛനോട് സാദൃശ്യം തോന്നുന്ന ആൾക്കാർ പറയുന്നത് സന്തോഷം, അതിനോടൊപ്പം തന്നെ അതൊരു ചലഞ്ചും ആണെന്നാണ് പറയുന്നല്ലോ. അത് ചലഞ്ച് എങ്ങനെയാന്ന് വെച്ചാല് ആളുകൾ കമ്പയർ ചെയ്യും, അച്ഛനെയും എന്നെയും തമ്മിൽ കമ്പയർ ചെയ്യും. കാരണം കമ്പയർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാല് അച്ഛൻ ഏകദേശം 35 വർഷത്തോളം നാടകത്തിൽ അഭിനയിച്ച എക്സ്പീരിയൻസുമായിട്ട് സിനിമയിൽ വന്ന ഒരാളാണ്. ഇത്രയും മലയാള സിനിമയിൽ ഇത്രയും നല്ല നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും എൻ്റെ എക്സ്പീരിയൻസും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. പിന്നെ തിലകൻ എന്ന് പറഞ്ഞാൽ തിലകനാണ്. അതൊരു എന്താ പറയുക, നമുക്കതിന് പകരം വയ്ക്കാൻ വേറൊരാൾ വരുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എനിക്ക് പുള്ളിക്ക് പകരമാകാൻ സാധിക്കുകയില്ല. കാരണം അത്രമാത്രം ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ ആ അച്ഛനുമായിട്ട് എന്നെ കമ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ തട്ട് താഴ്ന്നു നിൽക്കുന്നത്, അല്ലെങ്കിൽ അച്ഛൻ്റെ തട്ട് തന്നെയായിരിക്കും എപ്പോഴും താഴ്ന്നു നിൽക്കുന്നത്. അത് ഒരിക്കലും എനിക്കതിന് താഴോട്ട് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ തുലാസിന്റെ കാര്യം പറഞ്ഞു, അച്ഛൻ്റെ തട്ട് തന്നെ എപ്പോഴും താഴ്ന്നു നിൽക്കുള്ളൂ. ഇനി ഞാൻ മുകളിൽ തന്നെയാണ് നിൽക്കും. കാരണം പുള്ളിയായിട്ട് എനിക്ക് ഒരിക്കലും ബീറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രമാത്രം ജീനിയസ് ആണ് അദ്ദേഹം. അപ്പോൾ അത് ഞാൻ എപ്പോഴും അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത്. എൻ്റെ അച്ഛനാണെങ്കിൽ പോലും അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ആ കമ്പാരിസൺ പാടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ വോയിസ് കൊടുക്കുന്ന ആ ഒരു മേഖലയിലേക്ക് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ കുറെ വീഡിയോസ് ഒക്കെ വരും ചേട്ടാ. അതായത് ഇങ്ങനെ ചേട്ടൻ ഡബ് ചെയ്തിട്ടുള്ള ഷോർട്ട് ക്ലിപ്സ് ഒക്കെ കൊടുത്തിട്ട് ഇതൊക്കെ ഇദ്ദേഹമാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ചെയ്ത കുറെ സിനിമകൾ വെച്ചിട്ട് ക്ലിപ്സ് വരും. അപ്പൊ അതിന്റെ താഴെയൊക്കെ കുറെ കമന്റ്സ് കാണും, അയ്യോ ഇത് ശോഭിയായിരുന്നു ചെയ്തത്, അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടറിന് ശോഭിയുടെ വോയിസ് ഭയങ്കര മാച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് വരും. അപ്പം ചേട്ടൻ ഈ അന്യഭാഷ ചിത്രങ്ങൾ മലയാളത്തിൽ ഡബ് ചെയ്യുമ്പോൾ ഇപ്പം ഓംപുരിക്കൊക്കെ സൗണ്ട് കൊടുത്തിട്ടുണ്ട്, രാം ചരണിന് സൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അന്യഭാഷ മലയാളത്തിലേക്ക് ഡബ് ചെയ്യുമ്പോൾ നമ്മളെ അവർ വിളിക്കുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയാ ചേട്ടാ? അല്ല, അത് സ്വാഭാവികമായിട്ട് ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ നമ്മുടെ സുദീപിന് വേണ്ടിയിട്ട് ഈച്ച പോലുള്ള സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ രാജമൗലി സാറിന്റെ പടങ്ങൾ മിക്കവാറും എല്ലാ പടങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാഹുബലി ആയാലും 1 and 2 ചെയ്തിട്ടുണ്ട്. റാണ രഘുപതിക്കാണ് ചെയ്തത്. അതുപോലെ തന്നെ RRRലാണ് രാം ചരണിന് വേണ്ടിയിട്ട് ഡബ് ചെയ്തത്. പിന്നെ ഈച്ചയില് സുദീപിന് വേണ്ടി ചെയ്തു. അപ്പൊ ഇതൊക്കെ ഇതിന്റെ എല്ലാം. അതുപോലെ തന്നെ വേറെ സോനു സൂദ് ഹിന്ദിയിലെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു തെലുങ്ക് പടം, അതിന്റെ പേര് ഞാൻ അരുന്ധതി എന്ന് പറഞ്ഞ സിനിമയിൽ സോനു സൂദിന് വേണ്ടി ചെയ്തു. അപ്പൊ ഇതൊക്കെ ഇതിന്റെയൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷൻ അല്ല, ഇതൊക്കെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതിയ ആള് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറ്. അപ്പോൾ അദ്ദേഹമാണ് നമ്മളെ, അദ്ദേഹത്തിന് എന്നെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു പടം ചെയ്തു വന്നപ്പോഴേക്കും, ഞാൻ ആദ്യമായിട്ട് പുള്ളിക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്തപ്പോഴേക്കും എൻ്റെ ഒരു വേ ഓഫ് അപ്രോച്ചും എൻ്റെ ഒരു മോഡുലേഷനും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത പടം വരുമ്പോഴേക്കും പുള്ളിക്കാരൻ ഈ ക്യാരക്ടർ ഇന്ന ആൾക്ക് കൊണ്ട് ചെയ്യിക്കാം എന്ന് പുള്ളി വിചാരിക്കും. അങ്ങനെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഓംപുരി സാറിന് ചെയ്യുന്ന വെച്ചാൽ ആ സിനിമയുടെ മലയാളം വേർഷനും ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത്. ആടുപുലിയാട്ടം എന്ന് പറഞ്ഞ സിനിമ, അതിൽ തമിഴിലും മലയാളത്തിലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തെ പോലെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു ലെജൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടി ശബ്ദം കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു
ഭാഗ്യമാണ്. അതിനകത്ത് ഏറ്റവും വലിയൊരു കോയിൻസിഡൻ്റ് എന്ന് പറയുന്നത്, എനിക്ക് 94-ൽ ഞാൻ കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ മിമിക്രിക്ക് സമ്മാനം കിട്ടിയപ്പോൾ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നത് ഈ ഓമ്പുരി സാറായിരുന്നു. അപ്പോൾ അന്ന് 94-ൽ ഈ സർട്ടിഫിക്കറ്റ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ പോലും ഇല്ല എനിക്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ശബ്ദം കൊടുക്കാൻ സാധിക്കും. പക്ഷേ വിധി അല്ലെങ്കിൽ നിയോഗം എന്നൊക്കെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദം കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടി. അത് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ശബ്ദം കൊടുക്കും. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ എപ്പോഴും കരുതുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് നടന്മാർക്ക്, ഇപ്പോൾ പ്രഭു സാറിന്, പിന്നെ പ്രകാശ് രാജിന് ഞാൻ മലയാളത്തിലും ഡബ് ചെയ്തിട്ടുണ്ട്, അന്യഭാഷാ ചിത്രങ്ങൾ മലയാളത്തിലേക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെയൊക്കെ മാനറിസങ്ങൾ, ഇപ്പോൾ ഓരോ ഈ പറയുന്ന പോലെ അന്യഭാഷയിലുള്ള ആർട്ടിസ്റ്റുകളുടെ മാനറിസങ്ങൾ നമുക്ക് അതേപോലെ തന്നെ മലയാളത്തിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്, അതിനുള്ളൊരു കഴിവുള്ളത് കൊണ്ടാണ് നമ്മളെ തന്നെ വിളിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. പക്ഷെ അത് ഒരു വലിയ ഒരു അപ്രീസിയേഷനാണ് നമുക്ക്. ചേട്ടൻ ഇപ്പൊ തന്നെ നമ്മൾ കുറെ ആക്ടേഴ്സിന്റെ പേര് പറഞ്ഞു, പ്രകാശ് രാജ് സാറ്, രാം ശരൺ, അങ്ങനെ ഒരുപാട് പേരുടെ പേര് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ സാർ, ഓരോ ആക്ടേഴ്സിന്റെ മീറ്റർ ഡിഫറെന്റ് ആയിരിക്കുമല്ലോ സംസാരിക്കുന്നതും. അപ്പൊ നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് ആർക്ക് ഡബ് ചെയ്യാനായിട്ടാണ്? അതായത് അന്യഭാഷ വന്നു കഴിയുമ്പോൾ നമ്മൾ ഡബ് ചെയ്യും. അല്ല, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇന്നൊരാൾക്കെന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് അന്യഭാഷാ നടന്മാർക്ക് ഡബ് ചെയ്യാന്ന് പറഞ്ഞാൽ ആർക്കും മലയാളം അറിയില്ലല്ലോ. ഇപ്പൊ മലയാളത്തിൽ അഭിനയിക്കുവാണെങ്കിൽ തന്നെ അവര് മലയാളം അല്ല പറയുന്നത്. അവര് ഇപ്പോ എന്താണ് അദ്ദേഹത്തിന്റെ പേര്, ചൈന ടൗൺ എന്ന് പറയുന്ന സിനിമയിലെ വില്ലനായിട്ട് അഭിനയിച്ച ഒരു ഹിന്ദി നടനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം വൈഡ് ഷോട്ടിലെല്ലാം ഹിന്ദി തന്നെയാ പറയുന്നത്. അത് നമ്മൾ മലയാളത്തിൽ ഡബ് ചെയ്യണം. ഒരു ക്ലോസിൽ മാത്രമാണ് മലയാളം പുള്ളി പഠിച്ച് പറയുന്നത്. അതുപോലെ ഓംപുരി സാറും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ നമുക്ക് ആ മീറ്റർ കറക്റ്റായിട്ട് കിട്ടിയാൽ നമ്മൾ എങ്ങനെയെങ്കിലും അത് സിങ്ക് ചെയ്യും. അപ്പോൾ അത് എല്ലാവർക്കും ഡബ് ചെയ്യുമ്പോഴും, അന്യഭാഷ എന്ന് പറയുന്ന എല്ലാവർക്കും ഡബ് ചെയ്യുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ആർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം അവർക്ക് മലയാളം അറിയില്ല. നമ്മുടെ അക്ഷരങ്ങൾ തന്നെ നമുക്ക് കൂടുതലാണ്. മറ്റുള്ള ഭാഷ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മലയാളം പറയാനാണ് ഏറ്റവും പ്രയാസം. ഏറ്റവും പ്രയാസം മലയാളം പറയാനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മലയാളം പച്ചവെള്ളം പോലെ പറയും, അവർക്കത് പറ്റില്ല. അവരത് മലയാളം പറയുമ്പോഴേക്കും അവർ വലിച്ച് ഇഴച്ചൊക്കെ പറയും. അത് സിങ്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു നടന് വേണ്ടി ഞാൻ ഡബ് ചെയ്തിട്ട് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. എനിക്ക് പറ്റിയില്ല. വേറെ ആരുമില്ല, ആശിഷ് വിദ്യാർത്ഥിക്ക് ചെസ് എന്ന് പറയുന്ന സിനിമയിൽ ഡബ് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ ലിപ്പിൽ എനിക്ക് ഡബ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഡബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ കാലത്ത് കാസറ്റൊക്കെ വലിയില്ലേ, ആ വലിയുമ്പോൾ ഉള്ള ശബ്ദമില്ലേ, അതുപോലെ ഫീൽ ചെയ്യും. കാരണം അത്രയ്ക്ക് വലിച്ചഴച്ച് പറഞ്ഞാലേ സിങ്ക് ആവുള്ളൂ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, അവര് ആ ക്യാരക്ടറിനെ തമിഴാക്കിയിട്ട് തമിഴ് ചെയ്തു. ആ ക്യാരക്ടറിനെ തമിഴാക്കി. പക്ഷെ അതിനുശേഷം ഞാൻ ആശിഷ് വിദ്യാർത്ഥിക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. തമിഴാക്കാൻ പറ്റൂല, മലയാളത്തിൽ തന്നെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ ഒരു പടത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്തു. വേറെ കുറെ IG എന്ന് പറഞ്ഞ പടത്തിൽ ഡബ് ചെയ്തു. അപ്പോൾ പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നുന്നത്, ഒന്നുകിൽ ആശിഷ് വിദ്യാർത്ഥി മലയാളം കുറച്ച് പഠിച്ചാണ്, അല്ലെങ്കിൽ ആ പടത്തിൽ ആ കഥാപാത്രത്തിൽ പുള്ളി കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഡബ് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാവരും നമുക്ക് ഇപ്പോൾ ഒരു തെലുങ്ക് പടം നമ്മൾ മലയാളത്തിലേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചില കോംപ്രമൈസുകൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പം അതിനൊക്കെ പ്രയാസം. ഈ അരുന്ധതി എന്ന് പറയുന്ന സിനിമ ചെയ്യാനായിട്ട് 4 ദിവസം കൊണ്ട് ഞാൻ ഡബ് ചെയ്ത്. ഈ 4 ദിവസം എന്ന് വെച്ചാൽ കട്ടപ്പണിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. പക്ഷെ അത് ആ അഭിനയിച്ച ആർട്ടിസ്റ്റിന്റെ പ്രശ്നമല്ല, ആ ക്യാരക്ടർ അങ്ങനെയാണ്, കഥാപാത്രം അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പം അത് എല്ലാ കഥാപാത്രവും നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് ചെയ്തു ഫലിപ്പിക്കാൻ. അതായത് നല്ല രീതിയിൽ ചെയ്ത് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അതിന് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെ ഇന്ന ആൾക്ക് ഈസി ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പം ചേട്ടൻ ചെയ്തതിൽ ചേട്ടൻ ഇങ്ങനെ ഭയങ്കര ഓക്കെ ആയിട്ട് തോന്നിയ ഒരു ആക്ടർ ഉണ്ടാവില്ല, അതായത് ചേട്ടന്റെ വോയിസുമായിട്ട് ശരിയായിട്ട് പോകും എന്ന് തോന്നിയ അങ്ങനെ ഒരു ആക്ടർ ഉണ്ടോ? എനിക്ക് നമ്മുടെ രഞ്ജിത്ത് എന്ന് പറയുന്ന തമിഴിലെ ഒരു ആർട്ടിസ്റ്റ് കമന്റ്സിലൊക്കെ കിടക്കും. അതെ, നമ്മുടെ രാജമാണിക്യത്തിലെ വില്ലൻ, ചന്ദ്രോത്സവത്തിലെ വില്ലൻ, അദ്ദേഹത്തിന് മിക്കവാറും എല്ലാ സിനിമകളും ഞാൻ തന്നെ ഡബ് ചെയ്തു. അപ്പൊ എനിക്കത് ഭയങ്കര പുള്ളിക്കേട്ടോ. അതുപോലെ തന്നെ റിയാസ് ഖാൻ. എനിക്ക് എൻ്റെ എന്താ പറയുക, ഞാൻ ശോഭി തിലകൻ എന്ന ഡബിങ് ആർട്ടിസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയുക
ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വന്ന സിനിമയാണ് ബാലേട്ടൻ. ആ ബാലേട്ടനിൽ റിയാസ് ഖാന് വേണ്ടിയിട്ട് ശബ്ദം കൊടുത്തത് ഞാനാണ്. ആ കഥാപാത്രമാണ് എന്നെ ഹിറ്റാക്കിയതും ഒരുപക്ഷെ റിയാസ് ഖാനെ ഹിറ്റാക്കിയതും ആ കഥാപാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കെപ്പോഴും ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് സിനിമകൾ ഡബ് ചെയ്തിട്ടുണ്ട് റിയാസ് ഖാന്. എനിക്കതും പുള്ളിക്കും ഡബ് ചെയ്യാൻ വളരെ ഈസിയാണ്. കാരണം നമുക്ക് വഴങ്ങുന്ന ഒരു രീതിയില്ല. അതുപോലെ ഒരുപാട് പേരുണ്ട് അങ്ങനെ. പിന്നെ പറയാം, ഇപ്പോൾ ആശിഷ് വിദ്യാർത്ഥി, അദ്ദേഹത്തിന് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഈ പ്രകാശ് രാജ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ആക്ടിങ്. എനിക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ നമ്മൾ വോയിസ് ഒരിക്കലും വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാനല്ല നോക്കുന്നത്. നമ്മൾ നോക്കുന്നത് അയാളുടെ സ്റ്റൈലാണ്. നമ്മുടെ വോയിസ് തന്നെ ആ സ്റ്റൈലിലേക്ക് മാറ്റുമ്പോൾ ഒരു ഡിഫറൻസ് വരും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് 3 സിനിമ തമിഴിൽ ഡബ് ചെയ്തു. അതാണ് എനിക്ക് എൻ്റെ ഞാൻ പറയാം ലൈഫിൽ എനിക്ക് 2 ഭാഗ്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, എൻ്റെ അച്ഛന് വേണ്ടി ഇതിനെ ഡബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 2-3 സിനിമ ഞാൻ അച്ഛന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ആരാധിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ശബ്ദം കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. മമ്മൂക്കയുടെ ഗ്രേറ്റ് ഫാദർ, പുതിയ നിയമം, യാത്ര എന്ന് പറയുന്ന തെലുങ്ക് സിനിമ, ഈ 3 സിനിമയും തമിഴിൽ പുള്ളിക്ക് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്ന ഞാനാണ്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. കാരണം അദ്ദേഹത്തിൻ്റെ മലയാളവും യാത്ര ചെയ്തപ്പോൾ തെലുങ്കും കേട്ടു, മലയാളവും കേട്ടിട്ടാണ് ഞാൻ തമിഴ് ചെയ്തത്. അപ്പോൾ പുള്ളിയുടെ മോഡുലേഷൻ തന്നെ പിടിച്ച് മാക്സിമം ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും വോയിസ് ഇമിറ്റേറ്റ് ചെയ്യും. പണ്ട് മിമിക്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം മിമിക്രി ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ല, സ്റ്റൈലാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇല്ലില്ല, മമ്മൂക്കയോട് ഇതുവരെ എനിക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞല്ലോ റിയാസ് ഖാൻ, രഞ്ജിത്ത് സാറിന്റെ ഒക്കെയാണ് വോയിസ് ഭയങ്കര ആപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞല്ലോ. ഏതെങ്കിലും ഒരു ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടി പറയാമോ? റിയാസ് ഖാന്റെ കണ്ടില്ലേ അവന്റെ മുഖം, ഒരു പുലബന്ധമില്ലാത്ത ഒരുവനെ കണ്ട പോലെ. ഒളിച്ചു വയ്ക്കാൻ മാത്രമല്ല അഭിനയിക്കാനും മിടുക്കനാ. പോട്ടടാ ബാലേട്ട. അത് റിയാസ് ഖാന് വേണ്ടി ചെയ്ത നമ്മുടെ ഹിറ്റായിട്ടുള്ളൊരു ഡയലോഗാണ് ഈ ബാലേട്ട. പോട്ടടാ ബാലേട്ട എന്ന് വിളിക്കുന്നത് തന്നെ ഒരു വലിയൊരു ഇതായിട്ടാണ്. ഞാൻ കൈയടിക്കും, വിസിലടിക്കും, വേണ്ടി വന്നാൽ കരണക്കുറ്റിക്ക് അടിക്കും, അതെന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അത് അത്രയും ഡയലോഗ് എനിക്കറിയുള്ളൂ. അതും ഹിറ്റായ ഡയലോഗാണ്. ഈ സൈമൺ നാടാർ ആണ്. അതുപോലെ തന്നെ ബെല്ലാരിയിലവൻ ബെല്ലാരി രാജ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുറെ ഡയലോഗ്. ഇപ്പൊ ഓർമ്മയില്ല, ഒരുപാട് ചെയ്യുന്നതല്ലേ.